നമ്മുടെ കോഴിക്കോടുകാരുടെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് കല്ലുമ്മക്കായ് നിറച്ചതുണ്ടല്ലോ, അതുണ്ടാക്കാനുള്ള പരിപാടിയാണിന്ന്. കാരണം ടൗണിൽ പോയ സമയത്ത് മീൻ വാങ്ങിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു കല്ലുമ്മക്കായ് വിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. കാരണം ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്നു വീട്ടിൽ നിന്ന് കല്ലുമ്മക്കായ് നിറച്ചത് ഉണ്ടാക്കണമെന്ന്. എന്തായാലും ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അന്നേക്കൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പെട്ടെന്നുള്ള പ്ലാൻ ആയത് കാരണം ഈ അരിയൊന്നും പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ആ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി ആയിരുന്നേ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ചീരകവും ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ മാവ് ഉണ്ടായിരുന്നില്ല, അത് ഈ കല്ലുമ്മക്കായയിലേക്ക് നിറച്ച് വെച്ചതിന് ശേഷം ആവിയിൽ വേവിക്കാൻ വെച്ചു. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം എന്നിവ ചേർത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മസാല കൂടി സെറ്റാക്കി വെച്ചു. ഈ ആവിയിൽ വെന്തതിന് ശേഷം ഇതിൻ്റെ തോല്, അതായത് ഈ കല്ലുമ്മക്കായയുടെ പുറം ഭാഗം അടർത്തിയതിന് ശേഷം ഈ മസാലയിലേക്ക് മുക്കി ചൂടായി നിൽക്കുന്ന ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള പാനിലേക്ക് അതവിടെ വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുത്ത് നമ്മുടെ കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി ആർക്കാ വെയിറ്റ് ചെയ്യുന്നത്? വേഗം പോയി ഉണ്ടാക്കിക്കോളൂ ഈ കല്ലുമ്മക്കായ്.